എമ്പുരാൻ എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ സിനിമ, ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമ എന്ന ഖ്യാതിയോടൊക്കെ വരുമ്പോൾ ഈ ചിത്രത്തിൽ വിദേശ താരങ്ങളുമുണ്ട്. അത് നമ്മൾ അറിയാവുന്ന വലിയ താരങ്ങൾ. സർപ്രൈസ് നൽകുന്ന പല താരങ്ങളും ഈ ചിത്രത്തിലുണ്ട് എന്ന് പൃഥ്വിരാജ് അടക്കം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ വലിയ താരങ്ങളെ ഒന്നും പ്രതീക്ഷിക്കരുത്, ബജറ്റ് വൈസ് അവർ എത്താനുള്ള പാടുവരെ അദ്ദേഹം പറയുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ഒരു വിഷ് ലിസ്റ്റ് അദ്ദേഹം തയ്യാറാക്കി, എന്നിട്ട് ആൾക്കാരെ സമീപിച്ചപ്പോൾ അവർക്കെല്ലാം ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ അതിൽ കുറച്ചുപേരൊക്കെ ഈ ചിത്രത്തിൽ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്തൊരു സർപ്രൈസിങ് ക്യാരക്ടർ ഉണ്ട് എന്നത് നമുക്കറിയാം. ആ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ നമുക്ക് വേണ്ടി പൃഥ്വിരാജ് അടക്കമുള്ളവർ തന്നിരുന്നു. ഒരു ഡ്രാഗൺ സിംബലുള്ള വസ്ത്രമണിഞ്ഞ ആ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആൾ ആരായിരിക്കും? അതിനെക്കുറിച്ചുള്ള ചർച്ച എങ്ങും കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എന്നാൽ അടുത്തിടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. കാരണം ഗ്ലോബൽ ടാലന്റ് ഏജൻസികളൊക്കെ ആയിരിക്കുമല്ലോ ഓരോ ആക്ടറിനെയും മറ്റ് ഇൻഡസ്ട്രിയിലെ സിനിമകൾക്ക് വേണ്ടി നൽകുന്നത്. അങ്ങനെ അവർ പങ്കുവച്ച ചില താരങ്ങളുടെ പേരുകൾ ഇപ്പോൾ വലിയ രീതിയിൽ പ്രേക്ഷകർക്ക് അത്ഭുതം സമ്മാനിക്കുകയാണ്. എമ്പുരാൻ എന്ന ചിത്രത്തിൽ റിക് എൻ എന്ന നടനും ഉണ്ട് എന്നുള്ള വിവരങ്ങൾ അവർ പങ്കുവയ്ക്കുകയാണ്. റിക് എന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ സ്റ്റണ്ടിൽ തന്നെ നമ്മളെല്ലാവരും ഞെട്ടിട്ടുള്ളതാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ജെയിംസ് ബോണ്ട് ചിത്രത്തിലെ ഡൈ അനദർ ഡേ, ഒളിമ്പസ് ഹാസ് ഫാളൻ, പിന്നെ നെറ്റ്ഫ്ലിക്സിലെ ഒറിജിനൽ സീരീസായ മാർക്കപ്പോളോ എന്നീ ചിത്രങ്ങളിൽ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ട നടനാണ്. അദ്ദേഹം ഈ ചിത്രത്തിൽ എത്തുന്നു എന്ന് അവർ അറിയിച്ചപ്പോൾ ഈ സർപ്രൈസ് കഥാപാത്രം റിക്യോൺ തന്നെ ആയിരിക്കുമെന്നാണ് പ്രേക്ഷകർ പോലും അനുമാനിക്കുന്നത്. എന്നാൽ കാണാൻ പോകുന്ന സംഭവം ഗംഭീരമായിരിക്കുമെന്ന് പ്രേക്ഷകർ ഇപ്പോഴേ അനുമാനിക്കുകയാണ്. മറ്റു താരങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എമ്പുരാൻ എന്ന സിനിമ അങ്ങനെ ചില സർപ്രൈസ് മൊമെന്റുകൾ നൽകുന്ന കഥാപാത്രങ്ങളും എത്തുന്ന സിനിമ തന്നെയായിരിക്കും. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എമ്പുരാൻ എന്ന സിനിമയുടെ ഫാൻ ഷോകൾക്ക് വേണ്ടിയുള്ള തിരക്കിലാണ് ആരാധകരും മറ്റെല്ലാവരും. വലിയ രീതിയിലുള്ള ഫാൻ ഷോ വെക്കുന്ന കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയകളിൽ എത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള കണക്ഷനൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എത്തിയത്. കഴിഞ്ഞ ദിവസം ബസൂക്ക എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു മമ്മൂട്ടിയുടേത്. ഏപ്രിൽ 10 ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. കോട്ടും സൂട്ടുമിട്ട മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ലുക്ക് എമ്പുരാനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം ഓരോ വർഷത്തിൽ ഓരോ ഗംഭീര വേഷങ്ങളുമായി ഇരുവരും എത്തുമ്പോൾ അത് തമ്മിലുള്ള കണക്ഷനാണ് അവർ ചർച്ച ചെയ്യുന്നത്. 2019 ഇവർ രണ്ടുപേരും ഒരു ഗംഭീര ചിത്രങ്ങളുമായി എത്തി. ഒന്ന് ലൂസിഫറും മറ്റൊന്ന് മധുരരാജ്യമായിരുന്നു. രണ്ട് ചിത്രത്തിലും ഇരുവർക്കും ഒരേ ടൈപ്പിലുള്ള വേഷമായിരുന്നു, മുണ്ടും ഷർട്ടും. 2025 ആകുമ്പോൾ രണ്ടുപേരും എത്തുന്നത് കോട്ടും സൂട്ടിലുമാണ്. ആ ഒരു സാമ്യത വലിയ രീതിയിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. അത് അവർ പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ തരംഗമാകുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം മുതൽ വലിയ രീതിയിൽ വൈറലായത്. മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഒരു വൈശാഖ് ചിത്രമായിരിക്കുമെന്നും ആശീർവാദും മമ്മൂട്ടി കമ്പനിയും ഒന്നിക്കാൻ പോകുന്ന ചിത്രമായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഒന്ന് പിന്നെ മഹേഷ് നാരായണൻ ഒരുക്കാൻ പോകുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രവും സംഭവിക്കുകയാണല്ലോ. ഇതിൽ തന്നെ ഇരുവരുടെയും കോമ്പിനേഷൻ വരുന്ന ഷെഡ്യൂൾ ഉടനെ തന്നെ വരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കൊച്ചിയിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.